നാൽക്കാലിയിൽ ഉണ്ടാകുന്ന അകിടുവക്കം ഉണ്ടാകുന്നതിന് 4 കാരണങ്ങളാണ്. അത് ഒന്ന് കാലാവസ്ഥ, 2 കാലാവസ്ഥ. ഒന്ന് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഇതിന് സാധ്യത കൂടുതലാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് വൃത്തി കുറവ് വരും. തൊഴുത്തും ഉരുക്കളും എപ്പോഴും നനഞ്ഞു നിൽക്കും. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് ക്ലീനാക്കി വൃത്തിയായിട്ട് കൊണ്ടു നടന്നില്ലെങ്കിൽ അകിടുവക്കം വരാനൊരു കാരണമാണ് മഴക്കാലം. വേനൽക്കാലം കൂടുതൽ ചൂട് പാല് കേടാകുന്നതിന് കാരണമാകും. കാരണം ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് നാടൻ പശുക്കളായിരുന്നു. അപ്പോൾ അതിന് 2-3 ലിറ്റർ പാലാണ് കിട്ടുക. അപ്പോൾ ആ പശുക്കൾക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂടുതലായിരുന്നു. ആ സമയത്ത് ഇപ്പം വിദേശ ഇനങ്ങളായിട്ടുള്ള ഹൈബ്രിഡ് പശുക്കളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഫാമുകളിലും വീടുകളിലൊക്കെ കണ്ടുവരുന്നത്. അപ്പം അതിന് ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പം അണുക്കൾ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ കാരണമാണ്. 2, മൂന്നാമത്തെ കാരണം, നമ്മളിപ്പോൾ ഒരു ദിവസം കറന്ന് അകിട്ടിൽ പാല് ബാലൻസ് നിന്ന് പോയാൽ ഉച്ച കഴിയുമ്പോഴേ അടുത്ത കറവയാകുമ്പോഴേക്കും ആ പാല് വടക്കായി അണുക്കൾ കയറിയിരിക്കും. മനസ്സിലായോ? ഇതൊക്കെയാണ് പിന്നെ പല ആൾ കൈമാറി കറക്കുക, ഒരുവിനെ തന്നെ പല ആൾക്കാർ കറക്കുക. അപ്പം പല ആൾക്കാർ കറക്കുമ്പോൾ പശു പാല് ഉൾവലിക്കും എന്ന് പറഞ്ഞാൽ ചൊര വലിക്കും. അപ്പം പാല് അകട്ടി കെട്ടിക്കിടക്കും. അത് നമ്മളറിയില്ല. അപ്പം ആ പാല് കേടാവും. ചൊരത്തിയ പാല് ഉള്ളിലേക്ക് വലിക്കുമ്പം ചൊര വലിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ അകിടുവക്കം വരാൻ ഒരു കാരണമാണ്. ഇന്ന് കർഷകർ നേരിടുന്ന ക്ഷീര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് നമുക്ക് അകിടുവക്കം എന്ന് പറയുന്നത്. പിന്നെ അകിടുവക്കത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഉരുവിനെ വരെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ പ്രസവത്തിൽ കിട്ടുന്ന പാല് അല്ല, ആ ഒരു പ്രസവത്തിൽ വരുന്ന പാല് അല്ല, ആ ഉരുവിനെ വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അപ്പം അത്രയും ഭീകരമാണ് ഈ ഒരു അസുഖം കൊണ്ട് കർഷകർ നേരിടുന്ന പ്രതിസന്ധി. മനസ്സിലായോ? അപ്പം അതിന് പ്രതിരോധമായിട്ടാണ് ഞാൻ ഈ മരുന്ന് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട്, എൻ്റെ വലിയച്ഛൻ്റെ കാലം മുതലേ എനിക്ക് ഓർമ്മയുണ്ട് ഈ ചെയ്തു വരുന്ന എന്ന് പറഞ്ഞാൽ സസ്തിനികൾ. ഇപ്പം നാൽക്കാലി എന്ന് ഉദ്ദേശിക്കുന്നത് പശു, എരുമ, ആട്, അതുപോലെ പന്നി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തിനികൾ, മനുഷ്യനുൾപ്പെടെ അറ്റാക്ക് ചെയ്യുന്ന ഒറ്റ അണുക്കളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ അണുക്കളെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ് എൻ്റെ മരുന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പശുവിന് അകിടുവക്കം വന്നു. നമ്മൾ അകിടുവക്കം വന്ന് ഇന്ന് രാവിലെ കറന്നു, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കറന്നു, നേരം വിളക്കുമ്പോഴേക്കും പശുവിൻ്റെ അകിട് വീക്കും. ഈ വീക്കം നമുക്ക് 3 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ കഴിയും. അതിന് ഇന്റേണലായിട്ടല്ല നമ്മൾ മരുന്ന് ചെയ്യുന്നത്, ഔട്ട്സൈഡിൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മൂർധാവിലാണ് നമ്മൾ മരുന്ന് ചെയ്യുന്നത്. മൂർധാവിലും കൊമ്പിലും എൻ്റെ തൈലം, അന്നൂസ് ആയുർവേദ ഓയില് പരത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മൂർധാവിൽ മരുന്ന് വെക്കുമ്പം അല്ലെ കൊമ്പിൽ മരുന്ന് വെക്കുമ്പം എങ്ങനെയാണ് അകിട് താഴെ കിടക്കുന്നത്, അകിടുവീക്കം എങ്ങനെ പോകുന്നതെന്ന് പലർക്കും സംശയം ഉണ്ടാകും. അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൂർധാവിലെ ഈ തൈലം ഒഴിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് തലച്ചോറിലേക്ക് അബ്സോർവ് ചെയ്ത് ബ്ലഡിൽ കലർന്ന്, ഈ മരുന്നിൻ്റെ അംശം ബ്ലഡിൽ കലർന്ന് നേരെ അകിടിലേക്ക് വരും. അപ്പം ഉന്മൂലനമാണ്, ആ അണുക്കളെ ഉന്മൂലനം ചെയ്യണം. ഈ അകിടുവീക്കത്തിൻ്റെ അണുക്കൾ എന്ന് പറയുമ്പം ഒരു അണു ഓരോ 20 മിനിറ്റിലും 2ആയിട്ട് വിഭജിച്ച് അത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പം നമുക്ക് നോക്കി നിൽക്കുമ്പം നീര് വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പം എത്രയും പെട്ടെന്ന് ഈ മരുന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഈ അസുഖത്തെ മാറ്റാൻ കഴിയും. പിന്നെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മരുന്നിന് യാതൊരുവിധ പാർശ്വഫലവുമില്ല. ഇപ്പം 20 ലിറ്റർ കിട്ടുന്ന സമയത്ത് നമ്മൾ അകിടുവക്കം വന്നു, നമ്മൾ മരുന്ന് ചെയ്തു, അകിടുവക്കം മാറിക്കഴിഞ്ഞാൽ ആ 20 ലിറ്ററും തിരിച്ച് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ കഴിയും. ഒരു തുള്ളിപ്പാലും നമുക്ക് അതിൽ നഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്താണ് ഏറ്റവും വലിയൊരു
ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു കുട്ടിയും കൊണ്ടുപോയിട്ട് ഈ നാൽക്കാലിയുടെ മൂർധാവിലും കൊമ്പിലും തേക്കാം. കൊമ്പെന്ന് പറയുന്നത് നമ്മുടെ നഖത്തിൻ്റെ ഒരു മെറ്റീരിയലാണ്. അപ്പം ആ മെറ്റീരിയല് തലച്ചോറിലേക്ക് പെട്ടെന്ന് ഈ മരുന്നിനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് കൊമ്പിലും തേക്കാൻ പറയുന്നത്. മനസ്സിലായോ?